പാലക്കാട്ട് നിന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ നമ്മളെ യാത്ര അയക്കാൻ. ഇത് ഗണേശൻ്റെ അടുത്തുള്ള സൈക്കിൾ തന്നെ ഒരു വെറൈറ്റിയാണ് കേട്ടോ. ഇവരെല്ലാവരും നമ്മളെ കൂടെ കുറച്ച് നേരം റൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് നമ്മൾ നേരെ പോകുന്നത് ജസ്റ്റ് ബൈ സൈക്കിൾസിലാണ്. ഇത് ജസ്റ്റ് ബൈ സൈക്കിളിൻ്റെ ഓണറാണ്. അവരൊക്കെ ഉണ്ടായിരുന്നു നമ്മളെ യാത്ര അയക്കാൻ. പിന്നെ അവിടെ നേരെ നമ്മൾ കൊല്ലങ്കോട്ടേക്കാണ് യാത്ര തിരിച്ചത്. നമ്മളെ കൂടെ ഒരു സ്പെഷ്യൽ ആളും ഉണ്ട്, ഗണേശണ്ണന്. നമ്മളെ യാത്രക്കിടയിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മോൻ്റെ സൈക്കിളിന് ചെറിയ കംപ്ലൈൻ്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ ശരിയാക്കി പിന്നെ നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേന് ഏകദേശം ഉച്ചയായിരുന്നു. എന്നാലും റൈഡ് കൊല്ലങ്കോട്ടൊക്കെ ആയതുകൊണ്ട് തന്നെ ആ പോകുന്ന വഴികൾ അത്ര മനോഹരമാണ്. അതുകൊണ്ട് ആ യാത്രൻ്റെ ക്ഷീണമൊന്നും നമ്മൾ അറിഞ്ഞിട്ടുണ്ടായില്ല. ചെറിയ കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായാലും ഏകദേശം ഒരു ഉച്ചയൊക്കെ ആയപ്പോൾ നമ്മൾ അവിടെ എത്തി. ഇവിടെയാണ് ഇനിയൊരു 2 ദിവസം ഇവിടെ ഉണ്ടാവുക. ഇതൊരു അടിപൊളി ഫാം സ്റ്റേ ആണ്, SR ഫാം സ്റ്റേ എന്ന് പറയുന്നത്. കൊല്ലങ്കോട് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഫാം സ്റ്റേ ആണ്. നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഫാം സ്റ്റേ സെലക്ട് ചെയ്യാൻ കാരണം. നമുക്ക് കുട്ടികൾക്ക് കൊല്ലങ്കോട് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ അവിടുത്തെ രീതികളും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം എന്നുള്ളതിന് നമ്മൾ ആഗ്രഹം. നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ പോയത് അയ്യപ്പേട്ടൻ്റെ ഹോട്ടലിലായിരുന്നു. ഏകദേശം ഉച്ചയൊന്നുമല്ല, 3 മണി 4 മണിയൊക്കെ ആയിട്ടുണ്ട് ഫുഡ് കഴിച്ചപ്പോൾ. പിന്നെ അവിടുന്ന് ഗണേശേട്ടനെ അങ്ങനെ നമ്മളടുത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് യാത്ര പോകാൻ നിൽക്കുകയാണ്. ഗണേശേട്ടൻ്റെ സൈക്കിളൊന്ന് റൈഡ് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഇതിങ്ങനെ പോണ വഴിയിലൊക്കെ നമുക്ക് ക്യാരി ചെയ്ത് പോകാൻ പറ്റും. ഗണേശേട്ടന് ഭയങ്കര ഒരു സൈക്ലിസ്റ്റാണ്. ഒരു ചെന്നൈയിലുള്ളത്. അപ്പോൾ അവർ നമ്മളവിടുന്ന് യാത്രയൊക്കെ പറഞ്ഞു പോയി. പിന്നെ അവിടെ എനിക്ക് കുറച്ച് അമ്മച്ചികളൊക്കെ കൂട്ടായിട്ട് കിട്ടി. ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ ഇവിടുത്തെ ഒരു പാടവും അതുപോലത്തെ അവിടുത്തെ ഒരു പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് ഒരു 2 ദിവസത്തോളം നമ്മൾ ഇവിടെ ഉണ്ടാവുക. എനിക്ക് അവിടുത്തെ ഒരു ചുറ്റുപാടും അവിടുത്തെ ആ ഒരു പ്രകൃതി ഭംഗിയും ആ വീടും എല്ലാം തന്നെ ഭയങ്കര മനോഹരമായിരുന്നു. നമുക്ക് ഒരുപാട് ഇഷ്ടമായി. ഇനിയിപ്പോൾ ഞാൻ പാലക്കാട്ടിലെ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.